നീവി ചേച്ചി, നമ്മൾ രാജ്യം വിടാൻ പോണേണ്. അപ്പം നമുക്ക് ഹെൽത്തി ഫുഡ് കഴിക്കണം. അല്ലെങ്കിൽ നമ്മുടെ തായ്ലൻഡിലെ എല്ലാ ഫുഡ് സ്ട്രീറ്റും നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ, അതിന്റെ മണം കൊണ്ട് മൂക്കടിച്ചു പോയി. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നല്ലൊരു സുന്ദരൻ ചെക്കനായിരുന്നു ഞങ്ങൾക്ക് മാംഗോ സ്റ്റിക്കി റൈസ് തന്നത്. അങ്ങനെ അത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് പോലും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം മാംഗോ സ്റ്റിക്കി റൈസ് ആണ് ഞങ്ങൾ മേടിച്ച് കഴിച്ചത്. ഹലോ, ഞാനാ ശിവേട്ടനാ. എന്നിട്ട് അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇത് കാണുന്നല്ല ഭംഗിയുടെ, നമുക്കിത് വാങ്ങിയാലാ? വേണ്ട വേണ്ട, ഇത് വേണ്ട. അയ്യോ, നീ എന്താ ഇവിടെ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കിങ്ങിണി, ഇത് വാങ്ങിച്ചാലാ? വേണ്ട വേണ്ട, ഇത് വേണ്ട. വലിയ ചെമ്മീനാണ്, ഇത് വാങ്ങിച്ചാലാ നമുക്ക്? വേണ്ട വേണ്ട, അലർജി അലർജി. എന്നാ പിന്നെ ഉണക്കമീൻ കഴിക്കാം. ഉണക്കമീനൊക്കെ വീട്ടിൽ പോയിട്ടായാലും തിന്നേം ചേച്ചി. ബാ. ഇത് കണ്ടത് നല്ല രസം, ഇത് വാങ്ങിച്ചാലാ? അയ്യോ വേണ്ട എന്റെ പൊന്നു. എടി, ഫ്രൂട്ട്സ് എങ്കിലും വാങ്ങിച്ച് കഴിക്കാടി. പിന്നെ ഫ്രൂട്ട്സ് അല്ലേ കഴിക്കുന്നത്. ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ വേറെ വെറൈറ്റി കഴിക്കണം. ബാ. അവസാനം ഇത് കഴിക്കാന്ന് ഉറപ്പിച്ച്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്കാം. പത്തായം കൊണ്ട് നിറയട്ടെ. തിന്നുമുടിക്കാൻ മാത്രമായിട്ട്. അങ്ങനെ അവസാനം മുതലിറച്ചിയും കഴിച്ചു. എന്നാലും എന്റെ സവാനെ, ഞാൻ സുർജി സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാളം കിട്ടായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും.